ഹലോ ഫ്രണ്ട്സ്, അസ്സലാമു അലൈക്കും. വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. അപ്പോൾ ഇന്നത്തെ നമ്മുടെ പുതിയ റെസിപ്പി എന്ന് പറഞ്ഞാൽ ചക്കപ്പഴം വെച്ചിട്ടുള്ള റെസിപ്പിയാണ്. ഇപ്പോൾ എല്ലായിടത്തും അവൈലബിൾ ആയിട്ടുള്ള ഒരു സാധനമാണ് ചക്കപ്പഴം. അപ്പോൾ കിട്ടുമ്പോൾ നമ്മൾ ഇതുപോലെ ചക്ക കുരുവൊക്കെ കളഞ്ഞ് അടർത്തി ഇതുപോലെ ഫ്രീസറിൽ വെച്ചേക്കുകയാണെങ്കിൽ എത്ര ദിവസം കഴിഞ്ഞിട്ടായാലും നമുക്കിതുപോലെ അടിപൊളി റെസിപ്പീസ് ഉണ്ടാക്കി നോക്കാവുന്നതാണ്. അപ്പോൾ ഇന്ന് നമ്മൾ ചെയ്യാൻ പോകുന്നത് ചക്കപ്പഴം വെച്ചിട്ടൊരു വെറൈറ്റി ആയിട്ടുള്ള ഒരു അടിപൊളി റെസിപ്പിയാണ്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം. അപ്പോൾ ഇഷ്ടപ്പെടുന്നുണ്ടെങ്കിൽ നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാനും ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറന്നു പോകരുത്. അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് കിടക്കാം. നമ്മൾ ചക്കപ്പഴം ഇങ്ങനെ ഫ്രീസറിൽ സൂക്ഷിച്ച് വെച്ചിട്ടുണ്ടായിരുന്നു. അപ്പോൾ നമുക്ക് ചെയ്യേണ്ട ടൈം ആകുമ്പോഴത്തേക്കും നമുക്കിതുപോലെ മിക്സിയുടെ ജാറിലേക്കിട്ട് നന്നായിട്ടൊന്ന് അടിച്ചെടുക്കാം. അതിന് വെള്ളം ചേർക്കണമെന്നൊന്നുമില്ല. അഥവാ അടിയാൻ പ്രയാസം ഉണ്ടെങ്കിൽ മാത്രം ഒരു 2-3 സ്പൂൺ വെള്ളം ഒഴിച്ചു കൊടുത്തിട്ട് നമുക്ക് നന്നായിട്ടൊന്ന് അരച്ചെടുക്കാം. ഇപ്പോൾ ഇതുപോലെ നമ്മൾ ചക്കപ്പഴം നല്ല പേസ്റ്റായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഇനി നമുക്കിതൊരു അതിൻ്റെ ഒപ്പം നമുക്ക് ഒരു തവി ചോറ് കൂടി ഞാൻ ചേർത്തിട്ടുണ്ട്. ഏത് ചോറ് വേണമെങ്കിലും ചേർക്കാവുന്നതാണ്. അപ്പോൾ ഒരു തവി ചോറ് കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം, അടിച്ചെടുക്കാം നമുക്ക്. അപ്പോൾ നമ്മുടെ ചക്കപ്പഴം ചോറും രണ്ടും കൂടി ചേർത്ത് നന്നായിട്ട് അരച്ചെടുത്തിട്ടുണ്ട്. ഒരു തരിയോ കട്ടയോ ഒന്നും ഇല്ലാതെ നല്ല രീതിക്ക് അരച്ചെടുത്തിട്ടുണ്ട്. അതിലേക്ക് ഈ ഒരു അളവ് ഗ്ലാസ്സിന് 1 ഗ്ലാസ് മൈദ ആദ്യം ചേർത്ത് നോക്കുന്നുണ്ട്. കുറേശ്ശെ ചേർത്ത് നോക്കുക. അതിൻ്റെ കൺസിസ്റ്റൻസി എന്തോരമാണ്, കുറച്ച് കട്ടിയാവുന്ന പോലെയാണ് നമുക്ക് വേണ്ടത്. അപ്പോൾ ആദ്യം നമുക്ക് 1/2 ഗ്ലാസ് ഇട്ട് കൊടുക്കാം. അതിനുശേഷം മിക്സ് ചെയ്തിട്ട് നോക്കിയിട്ട് നമുക്ക് ബാക്കി കൂടി ഇട്ട് കൊടുക്കാം. അപ്പോൾ കുറച്ചുകൂടെ ലൂസായിട്ട് തോന്നിയത് കാരണം ഞാൻ കുറച്ചുകൂടി മൈദ ചേർത്ത് കൊടുക്കുന്നുണ്ട്. നമ്മൾ ഇതിൻ്റെ കറക്റ്റ് പാകം നമുക്ക് അറിയില്ലായിരുന്നു. അപ്പോൾ അത് കാരണം നമ്മൾ കുറേശ്ശെ ചേർത്ത് കൊടുത്ത് നോക്കുക. അപ്പോൾ ഞാൻ മൊത്തത്തിലൊരു 1.5 ഗ്ലാസോളം മൈദ ചേർക്കുന്നുണ്ട്. ചേർത്തിട്ട് കുറേശ്ശെ മിക്സ് ചെയ്യുക. കട്ടകളില്ലാതിരിക്കാൻ വേണ്ടിയിട്ടാണ് വിസ്ക് വെച്ചിട്ട് ആദ്യം ഒന്ന് മിക്സ് ചെയ്ത് കൊടുക്കുന്നത്. അപ്പോൾ നിങ്ങൾക്ക് കൈകൊണ്ട് വേണമെങ്കിൽ മിക്സ് ചെയ്യാവുന്നതാണ്. അപ്പോൾ ഇതുപോലെ ചേർത്തിട്ട് 1.5 ഗ്ലാസോളം മൈദയാണ് ഈ ചക്കപ്പഴവും ചോറും കൂടെ അരച്ചതിനകത്തിട്ട് ഒരു 1.5 ഗ്ലാസ് മൈദയും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുന്നുണ്ട്. ഇത് കട്ടകളൊന്നും ഇല്ലാത്ത രീതിയിൽ നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കും. അപ്പോൾ നമ്മൾ 1.5 ഗ്ലാസ് മൈദയാണ് ഇട്ടിട്ടുള്ളത്. അപ്പോൾ മധുരം ബാലൻസ് ചെയ്യാൻ വേണ്ടിയിട്ട് നമുക്കൊരു പിഞ്ച് ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ട് മിക്സ് ചെയ്യാം. ഇനി നമ്മുടെ മെയിൻ ഐറ്റം ആയിട്ടുള്ള ബൂസ്റ്റാണ് നമ്മൾ ചേർക്കാൻ പോകുന്നത്. അപ്പോൾ 5 രൂപയുടെ ഒരു ചെറിയ പാക്കറ്റ് ബൂസ്റ്റാണ് ഞാനിതിലേക്ക് പൊടിച്ചിടുന്നത്. അതിനുശേഷം നമുക്ക് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യാം. വിസ്ക് വെച്ചിട്ട് മിക്സ് ചെയ്യുമ്പോൾ നന്നായിട്ട് മിക്സ് ആവാത്ത പോലെ തോന്നി എനിക്ക്. അതുകൊണ്ട് തന്നെ ഞാൻ പിന്നെ വിസ്ക് മാറ്റിയിട്ട് കൈകൊണ്ടാണ് നന്നായിട്ട് മിക്സ് ചെയ്തത്. അപ്പോൾ എല്ലാം കൂടെ ചേർത്ത് നന്നായിട്ട് തരികളൊന്നും ഇല്ലാതെ കട്ടകളായിട്ടൊന്നും കിടക്കാണ്ട് നല്ല രീതിക്ക് കൈകൊണ്ട് തന്നെ നന്നായിട്ട് മിക്സ് ചെയ്യുക. അതിനുശേഷം ഞാൻ ഇതിനകത്തേക്ക് നമ്മുടെ അരിപ്പൊടിയും കൂടി ചേർക്കുന്നുണ്ട്. അപ്പോഴത്തേക്ക് കുറച്ചുകൂടെ ആ ഒരു ബാറ്റർ നല്ല ഒരു തിക്കായിട്ട് നമുക്ക് കിട്ടും. അതിന് വേണ്ടിയിട്ട് ഞാൻ 1 ഗ്ലാസ് അരിപ്പൊടി, ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇടുന്നത്. ഇനി പോരാന്നുണ്ടെങ്കിൽ നമുക്ക് ചേർത്ത് കൊടുക്കാം. ചക്കപ്പഴത്തിൻ്റെ കൂഴച്ചക്കയോ വരിക്കച്ചക്കയോ അങ്ങനെ ചക്ക ഏതാണെന്നനുസരിച്ച് നമുക്ക് ഈ മാവിൻ്റെ ബാറ്ററിൻ്റെ ഒരു കൺസിസ്റ്റൻസി മാറും. നമുക്ക് ഏതാണെന്ന് നോക്കി അതിലെന്തോരം വെള്ളമയം ഉണ്ട് അതിനനുസരിച്ച് നമുക്ക് അരിപ്പൊടി ഇട്ട് കൊടുക്കാവുന്നതാണ്. ഞാനിപ്പോൾ ഇവിടെ ഒരു 3/4 ഗ്ലാസ് അരിപ്പൊടിയാണ് ഇട്ട് കൊടുത്തിട്ടുള്ളത്. അപ്പോൾ 2-3 പ്രാവശ്യമായിട്ട് നോക്കിയിട്ട് മാത്രം ചേർത്ത് കൊടുക്കുക. ഇനി ഇത് നമുക്കൊന്ന് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള നമ്മുടെ ഈ ഒരു മാവ് നമുക്ക് റെഡിയാക്കി എടുക്കാം. അതിന് വേണ്ടിയിട്ട് ഒരു പാത്രത്തിൽ കുറച്ച് വെള്ളം എടുത്തിട്ട് ഇതുപോലെ വാഴയിലെടുത്തിട്ട് നമ്മൾ ചക്ക അടയൊക്കെ ഉണ്ടാക്കുന്ന പോലെ, അല്ലെങ്കിൽ കുമ്പിളപ്പമൊക്കെ ഉണ്ടാക്കുന്ന രീതിയിൽ ഓരോ സ്ഥലത്ത് ഓരോന്നായിരിക്കും പറയുക. അതുമാതിരി വെള്ളത്തിലൊന്ന് ഡിപ്പ് ചെയ്തിട്ട് ഇതുപോലെ വാഴയില ചുറ്റി നമുക്കതിലേക്ക് മാവ് വെച്ച് കൊടുക്കാം. എന്നിട്ട് അങ്ങനെ എല്ലാ ഇലയിലും നമുക്കിതുപോലെ റെഡിയാക്കി എടുക്കാവുന്നതാണ്. അത് ചെയ്തെടുക്കാനായിട്ട് വാഴയില തന്നെ വേണമെന്നൊന്നുമില്ല. വഴനില കിട്ടുകയാണെങ്കിൽ, അല്ലെങ്കിൽ കുമ്പിളില എന്നൊക്കെ പറയണ ഇലയില്ലേ, ആ ഇല കിട്ടുകയാണെന്നുണ്ടെങ്കിൽ അതിൽ ചെയ്തെടുത്താൽ നല്ല സ്മെല്ലായിരിക്കും മാവിൽ വെന്ത് വരുമ്പോൾ. അപ്പോൾ നിങ്ങൾക്ക് ഏത് ഇലയിൽ വേണമെങ്കിലും നമുക്ക് ചെയ്തെടുക്കാവുന്നതാണ്. ഇപ്പോൾ വഴനില കിട്ടിയില്ല എന്നുണ്ടെങ്കിൽ വാഴയില ആയാലും മതി. നമ്മൾ ബൂസ്റ്റൊക്കെ ചേർത്തിട്ടുള്ളതുകൊണ്ട് തന്നെ ആവിയിൽ വെന്ത ഒരു ചൂട് പിടിച്ച് കഴിയുമ്പോഴത്തേക്കും തന്നെ നല്ല സ്മെല്ലാണ്. അപ്പോൾ എല്ലാവർക്കും ഇഷ്ടമാവും. നിങ്ങളെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കണം. അതുപോലെ തന്നെ നമുക്ക് എല്ലാ മാവും ഇതുപോലെ വാഴയിലയിൽ ചെയ്ത് ആവിയിലേക്ക് വയ്ക്കുക. അപ്പച്ചെമ്പിലേക്ക് വെള്ളം വെച്ച് വെള്ളം നന്നായിട്ട് തിളച്ച് കഴിയുമ്പോഴത്തേക്കും നമുക്ക് ഇതെല്ലാം കൂടെ വെച്ച് കൊടുത്ത് നമുക്ക് ആവി കയറ്റിയെടുക്കാം. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള ഹെൽത്തി ആയിട്ടുള്ള ഒരു റെസിപ്പി റെഡി ആയിട്ടുണ്ട്. എല്ലാവർക്കും കിട്ടുന്ന സീസൺ ആയതുകൊണ്ട് വളരെ എളുപ്പത്തിൽ ചെയ്തെടുക്കാൻ പറ്റുന്ന, അധികം മെനക്കേടൊന്നും ഇല്ലാത്തൊരു പണിയാണ്. പെട്ടെന്ന് റെഡിയാവുന്നൊരു സ്നാക്കുമാണ്. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം.
ഇനി പ്രത്യേകിച്ചൊന്നുമില്ല, ഒരു അരമണിക്കൂർ ഒന്ന് ആവിയിൽ വേവിച്ചെടുത്താൽ നല്ല സൂപ്പർ ടേസ്റ്റിലുള്ള പലഹാരം നമുക്ക് റെഡിയാക്കി എടുക്കാൻ പറ്റും. അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കുക. വീഡിയോ ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. സബ്സ്ക്രൈബ് ചെയ്യുമ്പോൾ തൊട്ടടുത്തിരുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാൻ അടുത്ത പുതിയ വീഡിയോസ് ഇടുമ്പോൾ നിങ്ങൾക്ക് പെട്ടെന്ന് നോട്ടിഫിക്കേഷൻ കിട്ടുന്നതായിരിക്കും. അപ്പോൾ എല്ലാവരും വീഡിയോസ് കാണാൻ സപ്പോർട്ട് ചെയ്യുക. അപ്പോൾ എല്ലാവർക്കും റെസിപ്പി ഇഷ്ടപ്പെട്ടിട്ടുണ്ടെന്ന് വിചാരിക്കുന്നു. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ. ബൈ.